ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് SFI. ഇതിന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാലയിൽ ശനിയാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പരിപാടി നടക്കാനിരിക്കെ പരസ്യ വെല്ലുവിളിയുമായി വീണ്ടും SFI രംഗത്ത് വരികയും ചെയ്തു. ശാഖയിലെ സംഘിസം സർവകലാശാലയിൽ വേണ്ട ഗവർണറെ എന്നായിരുന്നു ബാനറിലെ വാചകം. ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് SFI വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ബാനർ ഉയർന്നതും. സംസ്ഥാനത്തെ സർവകലാശാല ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFIയുടെ പരസ്യമായ വെല്ലുവിളി. SFIയുടെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ ശക്തമാക്കാനാണ് തീരുമാനം. സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചുള്ള നിർദ്ദേശം DGP S ദർവേഷ് സാഹിബ് സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും SP-മാർക്കും കൈമാറി. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിൽ ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. 3 പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹനവ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കും. പ്രധാന റൂട്ടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ കടത്തിവിടാൻ 2 വേറെ റൂട്ടുകൾ കൂടി നിശ്ചയിക്കും. റൂട്ടുകൾ സംബന്ധിച്ച് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും നടപടിയെടുക്കും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കും. ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാനും പ്രത്യേക സംഘമുണ്ടാകും. ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വലയത്തിലായിരിക്കും ഗവർണർ. താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കും. താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പുറകിലും വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ്, ഗവർണറുടെ ഔദ്യോഗിക വാഹനം, രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം, അതത് സിറ്റികളിലെ പോലീസിന്റെ പെട്രോളിംഗ് വാഹനം, ഗവർണറുടെ വാഹനം കേടായാൽ സഞ്ചരിക്കാനുള്ള പകരം വാഹനം, ആംബുലൻസ്, ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണുള്ളത്. ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ഇനി പോലീസ് വാഹനവും ഉണ്ടാകും. അതേസമയം ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന SFIയുടെ നേതാക്കളുടെ പ്രസ്താവന തനിക്കെതിരെയുള്ള നീക്കമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഭരണത്തലവനായ ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയുമെന്ന പ്രസ്താവന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം പോലീസ് മേധാവി നേരിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് ഗവർണറുടെ ആവശ്യം. പ്രസ്താവന ഗവർണറെ ഭയപ്പെടുത്താനും ശാരീരികമായി കൈകാര്യം ചെയ്യുക എന്നത് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഗവർണറെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുള്ള SFIയുടെ ബാനർ. ഗവർണർ സർക്കാർ പോരിൽ പ്രതിഷേധത്തിനിറങ്ങിയ SFIക്കെതിരെ ശക്തമായ നിലപാടുമായി ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ചാൻസലറായ ഗവർണറെ സർവകലാശാലകളിൽ കയറ്റില്ലെന്നും SFI പ്രഖ്യാപിച്ചിരുന്നു. SFI വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതും. ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാൽ പിടിച്ച മട്ടാണ്. Z+ വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കണം. ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും. അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാണ്. തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ SFI അതിക്രമത്തിൽ ആദ്യം ദുർബല വകുപ്പിടുകയും തുടർന്ന് രാജ്ഭവനിൽ നിന്ന് അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരായ അക്രമത്തിനുള്ള പ്രത്യേക വകുപ്പ് ചുമത്തുകയുമായിരുന്നു. ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകിയ ആരോപണം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായാൽ CISF പോലെയുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മതി. ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ലെന്ന തരത്തിൽ തെരുവിൽ പ്രതിഷേധമുണ്ടായാൽ ആ വഴി തേടാനുള്ള ആലോചനകളും അണിയറയിൽ നടക്കുന്നുണ്ട്. കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നത് പോലീസിന് നാണക്കേടാണ്. Z+ കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെ ഉണ്ടാകുന്ന ഓരോ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും LDFന്റെയും 2 തരം സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത്. നവകേരള യാത്രയ്ക്ക് നേരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഷൂ എറിഞ്ഞപ്പോഴാണ് ആ പ്രതിഷേധത്തിന് പോലും കനം വെച്ചത്. UDFലെ യുവനിരയുടെ പ്രതിഷേധം അവഗണിച്ച് നീങ്ങുക എന്നതായിരുന്നു സർക്കാരിന്റെ സമീപനം.